നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നും മലയാളികളുടെ ഈ തലമുറ പോലും ഇഷ്ടപ്പെടുന്ന ജയനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. ജയൻ്റെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ജയൻ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, ജയൻ ഉപയോഗിച്ചിരുന്ന കാറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജയൻ്റെ ശരപ്പഞ്ചരം വീണ്ടും DTHലാക്കിയിട്ട് വീണ്ടും റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏത് നടൻ്റെ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ നടൻ്റെ പടം ശരപ്പഞ്ചരം വീണ്ടും ഇത്രയും കാശ് ചെലവ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു, ഈ തലമുറയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. അത് വലിയൊരു അംഗീകാരമാണ്. ഈ പറയുന്ന മമ്മൂട്ടിയോ മോഹൻലാലൊന്നും മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പടമൊക്കെ വീണ്ടും ആരെങ്കിലും റീമേക്ക് ചെയ്ത് കാണുമോ? ഒന്നും ഉണ്ടാവില്ല. ഈ ലൂസിഫറും നമ്മുടെ ഈ പറഞ്ഞ എമ്പുരാനും പോലെയുള്ള പടങ്ങളല്ലേ, അതൊക്കെയല്ലേ റീമേക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിനേക്കാളും വലിയ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകണ്ടാവും. ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയൻ്റെ സംരക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് ജയൻ ജനിച്ച വീട്. ആ വീടൊന്ന് സംരക്ഷിക്കായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കായിരുന്നു, ഒന്നുമില്ലെങ്കിൽ അവരെ ഒക്കെ ആ വീട് പൊളിച്ച് കളയാണ്ടിരിക്കായിരുന്നു. ജയൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന, ജയൻ ഓടി കളിച്ചിരുന്ന ആ വീട് നിൽക്കുന്ന സ്ഥലം നിങ്ങളിപ്പോൾ ഒന്ന് പോയി നോക്ക്. അവിടെ ജയൻ്റെ വീടില്ല, നല്ലൊരു വീടായിരുന്നു, ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. അതൊക്കെ ഒരു മ്യൂസിയം ആക്കിയിട്ട് വെച്ചതിൻ്റെ ഒരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ ആ ഓർമ്മ അതോടുകൂടി നശിച്ചില്ലേ. പിന്നെ ജയൻ പൊന്നുപോലെ സൂക്ഷിച്ചെന്ന ഒരു ഷൂട്ടിങ്ങിന് പോയാൽ തന്നെ ആ കാറിൻ്റെ അടുത്ത് നിന്ന് ആ ഡ്രൈവറോട് മാറാൻ പാടില്ല എന്ന് പറയും. കാരണം വെച്ചാൽ ഏതെങ്കിലും പിള്ളേർ വന്ന് കുരുത്തക്കാളി ചെയ്താലോ, ഒരു ഫിയറ്റ് വൈറ്റ് വണ്ടിയാണത്. അപ്പോൾ ആ വണ്ടിയുടെ അടുത്ത് അത്രയധികം സുരക്ഷിതത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ ഡ്രൈവർ നിൽക്കുക. ജയൻ ഷൂട്ടിങ്ങിന് പോയാലും മൂപ്പര് അതുമ്പോൾ മേല് തുടച്ച് അങ്ങോട്ട് തുടച്ച് ഇങ്ങോട്ട് തുടച്ച് ഗ്ലാസ് തുടച്ച് അവിടെ നിൽക്കും. അപ്പോൾ ആ ജയന് അത്ര ഇഷ്ടമായിരുന്നു ഈ കാറ്. ജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീണപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആ കാർ തന്നെ ഉപയോഗിച്ചത്, വേറെ വണ്ടി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് അത്രയും സൂക്ഷിച്ച് കൊണ്ടുവന്ന ആ വണ്ടി ഇന്ന് എവിടെ? ആ വണ്ടിയുടെ മുകളിലൊരു കഥയുണ്ട്. അരുണാചൽ സ്റ്റുഡിയോയിലാണ് ആ വണ്ടി അവസാനം അവിടെ കിടന്നത്. അവിടെ ഒരു 4-5 ദിവസം കിടന്നോട് കൂടിയിട്ട് ഈ ഡ്രൈവർ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയൻ്റെ ചോരയും ഒക്കെ ആ വണ്ടിയിൽ കിടക്കുന്നുണ്ട്. ആ ഡ്രൈവർ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അത് വാഷ് ചെയ്ത് അതൊക്കെ ക്ലീനാക്കി കൊല്ലത്ത് കൊണ്ടുവന്ന് ഭാരതി അമ്മേനെ ഏൽപ്പിച്ചു, ജയൻ്റെ അമ്മേനെ. ആ കാർ ഷെഡിൽ ആ കാറിട്ടു. ആ കാറ് കാണുമ്പോൾ അമ്മയുടെ ചങ്ക് തകരുക. അമ്മ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാറ് ഇവിടെ ഇടണ്ട, ജയൻ്റെ സഹോദരനുണ്ട്, സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്, അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ അദ്ദേഹമായി ആ കാർ ഉപയോഗിക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു പോയി. പിന്നെ ഈ കാർ ഉപയോഗിക്കുന്നത് ഈ സഹോദരനാണ്. അങ്ങേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ്. തമിഴ്നാട്ടിലൊക്കെ ഉള്ള തഞ്ചാവൂരൊക്കെ മൂപ്പർക്ക് ബിസിനസ്സുണ്ട്. അങ്ങേര് ആ ബിസിനസ്സിന് പോയതാണ്. അതിന് തിരിച്ചു വരുന്ന സമയത്ത് മൂപ്പർക്ക് ഒരു അറ്റാക്ക് വന്നു. അപ്പം തന്നെ ആളെ കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അവിടെ നിന്ന് നേരിട്ട് ആളെ അവിടുത്തെ ആശുപത്രിയിലാക്കി. അവിടെ നിന്ന് അങ്ങനെ കാറപ്പോൾ വഴിയരികിലിട്ടു. അങ്ങനെ അവിടെ നിന്ന് നേരിട്ട് കൊല്ലത്തിൽ കൊണ്ടുവന്നു. കൊല്ലത്തിൽ ആശുപത്രിയിലാക്കി ചികിത്സിച്ച് ആളെ രക്ഷ കിട്ടിയില്ല, ആൾ മരിച്ചുപോയി. പിന്നെ കാറിനെ കുറിച്ച് ആരും അന്വേഷിച്ചില്ല. ആ കാർ അവിടെ വഴിയിൽ കിടന്ന് ചെളി വന്ന് മൂടി, പൊടികൾ വന്ന് നിറഞ്ഞു, ചവറ് വന്ന് നിറഞ്ഞു, കുറേ വള്ളി പടർപ്പുകൾ കയറി കാറിനെ കാണാത്ത രീതിയിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ജയൻ്റെ കാറ് അന്വേഷണം തുടങ്ങി. അപ്പോൾ ഇന്ന സ്ഥലത്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാറ് പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ആകെ എടുക്കാനൊന്നുമില്ല, ഒക്കെ തുരുമ്പ് പിടിച്ച് നാശകോശമായി. അപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്രിക്കടയിൽ അത് കൊണ്ടു കൊടുത്തു, ആ കാശും കൊണ്ടുപോയി. പിന്നെ ജയൻ ഏറ്റവും അധികം എല്ലാ പടങ്ങളിലും ഏറ്റവും അധികം ഉപയോഗിച്ചതെന്നാണ് ജയൻ്റെ വാച്ച്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു ബ്ലാക്ക് സ്ട്രേപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്കായിട്ട് ഒരു വാച്ച്. ആ വാച്ച് സഹോദരൻ്റെ മകനാണ് ഉപയോഗിച്ചിരുന്നത്. ജയൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു, ഒരു കറുത്ത കല്ലൊക്കെ വെച്ചിട്ട്, പരന്നിരിക്കുന്ന ഒരു കറുത്ത കല്ല് വെച്ചിട്ട്. അതും ഈ ചെയിനും ഈ വാച്ചും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് സഹോദരൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്താൽ അങ്ങേരെ അത് കുറേ നാൾ ഉപയോഗിച്ചു. സ്വർണ്ണമല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ ആൾ വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉരുക്കിയിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതും നഷ്ടപ്പെട്ടു. അതും പോട്ടെ നിൽക്കാം. ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നത്തെ കാലത്ത്. ആരെ കയ്യിലും മൊബൈലില്ല, ക്യാമറകളില്ല, അതൊക്കെ കുറവാണ്.
ആ സമയത്ത് ജയൻ മരിച്ചപ്പോൾ ജയൻ്റെ അന്ത്യയാത്ര, ലക്ഷങ്ങൾ പങ്കെടുത്ത അന്ത്യയാത്ര, അത് അന്ന് നായാട്ട് മൂർഖനൊക്കെ കളിക്കുന്ന സമയമാണ്. ആ പടത്തിൻ്റെ ആൾക്കാർ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഈ പടം കളിക്കുന്നതിൻ്റെ കൂടെ വീണ്ടും ഈ പടം കളിപ്പിച്ചിട്ട് ജയൻ്റെ അന്ത്യയാത്ര സിനിമയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അനൗൺസ് ചെയ്തു. കണ്ട ആൾക്കാർ പോലും വീണ്ടും ഇടിച്ച് കയറുക തിയേറ്ററിലേക്ക്. ലക്ഷങ്ങൾ വീണ്ടും സിനിമ കൊണ്ടു. അതിൻ്റെ പ്രൊഡ്യൂസർമാർ വീണ്ടും ലക്ഷങ്ങളുണ്ടാക്കി. ആ ലക്ഷങ്ങളുണ്ടാക്കിയപ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. വരും തലമുറയ്ക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെഗറ്റീവെങ്കിലും അവരൊന്ന് മാറ്റിവെക്കായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് എവിടെയോ കിടന്ന് നശിച്ചു പോയി. അതുകൊണ്ട് ഒരു അന്ത്യയാത്ര കാണാൻ പോലും ഇപ്പോഴുള്ള ജനറേഷൻ പറ്റാണ്ടായി. പിന്നെയുണ്ട് ജയൻ്റെ ദഹിപ്പിക്കുക ചെയ്തത്. ജയൻ അന്ന് വീടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ ജയനെ ദഹിപ്പിക്കുമായിരുന്നു. അത് ചെയ്തില്ല. അവർ ശ്മശാനത്തിൽ കൊണ്ട് ദഹിപ്പിച്ചു. എന്നാൽ ദഹിപ്പിച്ചു. ജയന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവിടെയുള്ള ആരാധകരുണ്ട്, വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ചേട്ടനനിയന്മാരുണ്ട്, അവരെ മക്കളുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും അമ്മയുണ്ട്, ഇവർക്ക് ആർക്കെങ്കിലും ജയനെ ദഹിപ്പിച്ച സ്ഥലത്ത് ഒരു കല്ലെടുത്ത് വെച്ചൂടെ? ഇപ്പം നമ്മളവിടെ പോയിട്ട് ജയൻ്റെ ചുടുകാട്ടിൽ പോയിട്ട് ജയനെ എവിടെയാണ് സംസ്കരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വാച്ച്മാനോ അവിടെയുള്ള ആൾക്കാർക്കും അത് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റില്ല. ഒരാൾ പറയും അവിടെയെന്ന് പറയും, ഒരാൾ പറയും ഇവിടെയെന്ന് പറയും, ഒരാൾ പറയും അവിടെയാന്ന് പറയും. അപ്പോൾ അന്നൊരു കല്ലെടുത്ത് വച്ചെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാമായിരുന്നു. അവിടെ ഒരു ക്ലബ്ബുണ്ട്, അവിടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ആകെ ഉള്ളത് അത് മാത്രമാണ്. ആ ക്ലബ്ബിൽ കുറേ ഈ ഇവരെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ, ജയൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കോളികളത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് അവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ജയൻ്റെ ഈ വസ്തുക്കളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് ആ വീടും ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ കാറും വാച്ചും മറ്റുള്ള സാധനങ്ങളും ആ വീട്ടിൽ ജയനെ ദഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളെന്ന് അവിടെ വരുമാനം ഉണ്ടാക്കണം. അവിടേക്ക് കടക്കാൻ ഒരു ചെറിയൊരു പീസ് വെച്ചാൽ മതി. അപ്പോൾ ഇന്നും അവിടേക്ക് ആയിരങ്ങൾ ഒഴുകി ചെന്ന് ആ വീടും ആ കാറും ആ സംഭവങ്ങളും ഒക്കെ കണ്ടേനെ. അതിനുള്ള എല്ലാ വഴികളും അടച്ച് ജയൻ്റെ ഒരു ഓർമ്മയും ഇല്ലാത്ത രീതിയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് മലയാളികൾക്ക്. ഇതൊക്കെ വല്ല വേറെ രാജ്യത്തായിരുന്നെങ്കിൽ, ഫോറിൻ രാജ്യത്തായിരുന്നെങ്കിൽ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളെ കാണിച്ചിട്ട് നമ്മളെ ഇന്ന് കാശ് പിടിക്കും. അത് കാണാനായിട്ട് ആ നാട്ടുകാരും നമ്മളും പോലും ചെല്ലണം. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ജയനെ ഞാൻ കണ്ടിട്ടുള്ള 2 പ്രാവശ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ലേറ്റ് ഇൻ്റർനാഷണൽ ജോലി ചെയ്യുന്ന സമയത്ത് ചാകര ഷൂട്ടിങ്ങിന് ജയൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജയനും സുകുമാരനാണ് PG വിശ്വംഭരൻ്റെ ഡയറക്ടർ. അന്ന് അവിടെ ജയൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജയൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ്. ഒറ്റയ്ക്കാണ് വരിക. AC റൂമും കൂടി അല്ല എന്നാൽ മൂപ്പര്, നോൺ AC റൂമിലാണ് മൂപ്പര് താമസിക്കുന്നത്. അത്ര നല്ല സ്വഭാവമാണ്. അത്ര ഗംഭീരമായിട്ട് ആൾക്കാരെ സ്നേഹിക്കും, അതുപോലെ സംസാരിക്കും. അതുപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു പടത്തിനും കൂടി വന്നു. അത് നമ്മുടെ പ്രണയ ലേഖനങ്ങൾ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൽ നായകൻ ജയനായിരുന്നു. ആ പടം റിലീസായില്ല. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞിട്ട് ജയൻ്റെ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. ആ പടം പ്രൊഡ്യൂസർമാർ തമ്മിലുള്ള വഴക്ക് കാരണം എന്തുണ്ടായി, ആ പടം തിയേറ്ററിലെത്തിയില്ല. അതിൻ്റെ നെഗറ്റീവും പോയി, എല്ലാം പോയി. അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ പടം വീണ്ടും റിലീസ് ചെയ്യായിരുന്നു. അതിൽ ജയൻ ത്രൂ ഔട്ട് അഭിനയിച്ചുള്ളൊരു പടമാണ്. അന്ന് ലൈറ്റിൽ വെച്ചിട്ട് ഞാൻ ജയനോട് ചോദിച്ചു, നമ്മൾക്ക് സാറിൻ്റെ അത്രയും ആരാധന അന്ന് നമുക്ക് എഴുതലേക്കുള്ളോ ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ മൂപ്പര് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് താമസിക്കുന്ന മദ്രാസിലെ പ്ലാങ്കോ ഹോട്ടലിലെ ഈ അഡ്രസ്സാണ് എഴുതി തന്നത്. മൂപ്പര് അവിടെ ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. അത് ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുത ഓരോ പടങ്ങൾ കണ്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എഴുതന്നെ ഒരു മറുപടിയും വന്നില്ല. പിന്നോട്ട് ജയം വന്നുമില്ല അവിടേക്ക്. ആകെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ അവിടേക്ക്. അപ്പോൾ അങ്ങനെയാണ് ജയൻ്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ജയൻ ഉപയോഗിച്ച ഓരോ വസ്തുക്കളും അതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷമായേനെ. ഇതെല്ലാം നശിപ്പിച്ചു പോയി. ദുഃഖം എന്നല്ലാണ്ട് വേറെന്താ പറയുക. ഇന്നും നമ്മുടെ മനസ്സിൽ ജയൻ ജീവിക്കുന്നു. ഈ തലമുറയുടെ മനസ്സിലും ജയൻ ജീവിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 5 തലമുറ കഴിഞ്ഞാലും ജയൻ ഇതുപോലെ ജീവിക്കും. ഇതുപോലെ ജീവിച്ച ഒരു നടൻ വേറെ ഇല്ല, ഇനി ഉണ്ടാവുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജയൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ജയൻ്റെ ആത്മാവ് പോയി വേറൊരു ജയനായിട്ട് നമ്മുടെ നാട്ടിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
നമുക്ക്. അതിനു മുമ്പ് നമ്മൾ ഈ ജയൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ജയൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ജയനെ ഒരു അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയേക്കാണ്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ടാവും. ജയൻ എന്തായാലും ഏതെങ്കിലും രൂപത്തിൽ വീണ്ടും നമ്മുടെ കേരളത്തിൽ തന്നെ വന്ന് പുനർജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.